ഈ ട്വിൻസ് ഫ്ലെയിം തന്നെയാണോ സോൾമേറ്റ്സ് എന്ന് പറയുന്നത്? അതെ, സോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ രാഹുലിൻ്റെ അച്ഛനും അമ്മയും, രാഹുലിന് വിവാഹിതനായാൽ വൈഫ്, ഇവരെല്ലാം സോൾമേറ്റ്സ് ആയിരിക്കും. ലോകം നോക്കിയാലും ഇത് എൻ്റെയാണ്, അപ്പം എൻ്റെ ആൾ മികച്ച് നിൽക്കണം എന്നൊരു തോന്നൽ നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ എൻ്റെ ആൾ മികച്ച് നിൽക്കണം, അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. എൻ്റെ ശരീരത്തിലെ ആത്മാവ് എൻ്റെ മരണശേഷം എൻ്റെ ശരീരം വിഘടിച്ചു പോയി, എൻ്റെ ആത്മാവ് രണ്ടായി വിഘടിച്ചു പോകുന്നതിനകത്ത് ഒരു ഭാഗമാണ്. അപ്പോൾ ഇതേ ആത്മാവ് ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ പല ജന്മങ്ങളിൽ ബന്ധം ഉണ്ടായിരുന്നു കാണും. അങ്ങനെയുള്ളവർക്ക് ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയത്തില്ലേ, പല പല ജന്മങ്ങളിൽ ഇവർ കണക്റ്റഡ് ആയിരുന്നിട്ടുണ്ടാവാം. ഒരു ഫിസിക്കൽ ലെവലിലുള്ള കണക്ഷൻ അല്ലത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് ഉന്നതമായിട്ടുള്ള ചിന്തകളിലേക്ക് അവരെ കൊണ്ടുവരും. ആദ്യകാലങ്ങളിൽ അവർക്ക് ആ ഉന്നതമായ ചിന്തകൾ കാണത്തില്ല. സാധാരണ മനുഷ്യരെ പോലെ ഇതുപോലുള്ള ഹാർട്ട് ഫീലിങ്, ഈഗോ, ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവരെ ഇങ്ങനെ പോളിഷ്ഡ് ആക്കുന്ന രീതിയിലാണ് മറ്റേ ട്വിൻ ഫ്ലെയിമിനെ കണ്ടു കഴിയുമ്പോൾ ഇവർ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. ഇവരുടെ മനസ്സൊക്കെ മാറി വരും. അത് ഓരോ ഇൻസിഡൻറ്റിൽ കൂടിയാണ് വരുന്നത്. ക്രമേണ അവർ ഒരു കാര്യം അറ്റൈൻ ചെയ്യും. പൂർണ്ണതയിലേക്ക് വരുന്നത് കൂടാതെ ഈ ലോകത്തിന് എന്തെങ്കിലും സമ്മാനിക്കാൻ കാണും. ഈ ട്വിൻസ് ഫ്ലെയിം തന്നെയാണോ സോൾമേറ്റ്സ് എന്ന് പറയുന്നത്? അതെ, സോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ രാഹുലിൻ്റെ അച്ഛനും അമ്മയും, രാഹുലിന് വിവാഹിതനായാൽ വൈഫ്, ഇവരെല്ലാം സോൾമേറ്റ്സ് ആയിരിക്കും. പക്ഷെ അതിൽ തന്നെ കാർമിക് പാർട്ട്നേഴ്സും ഒക്കെ കാണും. അപ്പം ഇതിൽ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മ ബേസിലാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതും, നമ്മുടെ അച്ഛനമ്മമാരെ പോലും. ഈ ട്വിൻസ് ഫ്ലെയിം എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം മാറ്റം വരുന്നത്? ഈ ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിന് രണ്ട് അർത്ഥപകുതികളെ കാണത്തുള്ളൂ. അർത്ഥനാരീശ്വര സങ്കല്പം പോലെയാണ്, രാധാകൃഷ്ണന്മാരെ പോലെ ഉള്ള അതായിരിക്കും. അവർക്ക് ആ ഒരു പരസ്പര പൂർവ്വമായിട്ട് ആ രണ്ട് വ്യക്തികളെ കാണും. അങ്ങനെയാണ്, പലരില്ല. മറ്റേ സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാണും. പക്ഷേ സോൾമേറ്റ്സ് പരസ്പരമുള്ള ഇതെന്ന് പറയുന്നത് കുറേ കൂടെ അവർക്ക് സ്മൂത്തായിട്ട് പോകും അവരുടെ ലൈഫ്. മറ്റേത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ട്വിൻസ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവരെപ്പോഴും അടുത്തായിരിക്കുമോ അതോ രണ്ടും വിപരീത സ്വഭാവങ്ങളായിരിക്കുമോ? രണ്ട് വിപരീത സ്വഭാവങ്ങൾ പലതിലും ഉണ്ടാവും. ചില കാര്യങ്ങളിൽ ഐക്യവും കാണും. ഒരു മാച്ചിങ്ങും ഇല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നിക്കാം ട്വിൻ ഫ്ലെയിമിനെ. പക്ഷേ ഇവർക്ക് പരസ്പര പൂരകങ്ങളായിട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്ത് അവരെ പൂർണ്ണത ഉള്ള ഒരു മനുഷ്യനാക്കി മാറ്റി അവരുടെ ദൗത്യങ്ങളിലേക്ക് വളരെ വേഗം കൊണ്ടുപോകാനായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പം റൈറ്റ് പാർട്ണർ അറ്റ് ദ റോങ് ടൈം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും അവർക്ക് കൂട്ടിമുട്ടേണ്ടെന്ന ഒരു സമയത്തായിരിക്കത്തില്ല അവർ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ദൗത്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണിത്. അല്ലാതെ അവർ വിവാഹം കഴിച്ച് ഇങ്ങനെ ഒരു ജീവിതം നയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിന് വേണ്ടി അല്ല യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ളൊരു കണക്ഷൻ അല്ലേ ഇത്, സോൾ കണക്ഷൻ എന്നുള്ളതാണ് പ്യുവർലി. അപ്പം ഈ വിവാഹം അടുത്ത് ജീവിക്കാൻ അങ്ങനെ ഭാഗ്യം എന്തെങ്കിലും മഹാത്ഭുതങ്ങളൊക്കെ വരുന്നത് അത് സോൾമേറ്റ്സ് ആണോ? സോൾമേറ്റ്സ് ആണ് കൂടുതലും അങ്ങനെ വരുന്ന സോൾമേറ്റ്സ് ആണ്. റയറായിട്ട് ചിലർ ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് നമ്മളുടെ ഇതെല്ലാം നമ്മൾ ഊഹിക്കുന്നതാണ്. നമുക്ക് ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും ഇവർ ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ സോൾമേറ്റ്സ് ആണ്? നമ്മളെങ്ങനെ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിംസ് അല്ലെ ട്വിൻ സോളിനോട് നമുക്കൊരു അൺകണ്ടീഷണലായിട്ടൊരു സ്നേഹം വരത്തുള്ളൂ. അവർ നമ്മളോട് എന്ത് അധർമ്മം പ്രവർത്തിച്ചാലും അവരെന്ത് രീതിയിൽ നമ്മളോട്, കാരണം രണ്ടും ഒരേ രീതിയിൽ മെച്യൂരിറ്റി പ്രാപിക്കുന്ന സോൾസ് അല്ല. ഒരേ സമയം അവർക്ക് ഇത് തിരിച്ചറിയാനും പറ്റത്തില്ല. അപ്പോഴേ അവരുടെ ആ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ അവർക്ക് കുറേ കർമ്മ അനുഭവിക്കേണ്ടതായിട്ട് വരും ചില സോളിന്. ഇതിൽ രണ്ട് പേരിൽ ഒരാളൊരു ഘട്ടത്തിലെത്തിയവരായിരിക്കും ചിലപ്പോഴേ. അപ്പോൾ അവർക്ക് അൺകണ്ടീഷണലായിട്ട് മറ്റവർ സ്നേഹിക്കാൻ പറ്റും. പക്ഷേ ഇവർക്കത് തിരിച്ച് അങ്ങനെ പറ്റണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരുപാട് ഈഗോ കാണിക്കും, ഒരുപാട് ഇവരെ ഹർട്ട് ചെയ്യുകയും പല രീതിയിലും കാണിക്കുമെങ്കിൽ ഇവർക്ക് തമ്മിൽ സെപ്പറേറ്റഡ് ആവാനൊക്കത്തില്ല. ആത്മീയ തലത്തിൽ എന്ന് വെച്ചാൽ ആത്മാവിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കും അവർക്ക്. അതാണ് ഒരു അൺകണ്ടീഷണൽ ലവായിട്ട് നിൽക്കും. അത് ഈ ആത്മതലത്തിലാണ്. അവർക്കല്ലാതെ ഫാമിലി കാണും, രണ്ടു കൂട്ടർക്കും ഫാമിലി കാണും. പക്ഷേ എങ്കിലും അവർക്ക് ആത്മീയ തലത്തിൽ അവർക്കൊരു ബോണ്ടിങ് കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു റിസ്ക് ഫാക്ടറൊന്നുമില്ല. ഇവർ തമ്മിൽ ഒന്നായിട്ട് മറ്റേ ജീവിതം പോകുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ ആളുകൾ
ഇതെൻ്റെ ടിൻ ഫ്ലെയിം ജേണിയാണെന്നും പറഞ്ഞ് അവർ അബദ്ധത്തിൽ ചെന്ന് ചാടി ഒരുപാട് കുരുക്കുകളിലും പ്രശ്നങ്ങളിലും പെടുന്നവരുമുണ്ട്. നമ്മൾ ധാരാളമാണ്. ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നവർ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ആവാതിരുന്നൂടെ? ആയിരിക്കത്തില്ല. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഇത് നിലനിൽക്കും എന്നുള്ളതാണ്. അവരുടെ ആ കണക്ഷൻ പോകത്തില്ല. അവരുടെ ആ ഒരു ആത്മീയ കണക്ഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടപ്പെടത്തില്ല. അത് വലിയൊരു ബോണ്ടിങ് ആയിരിക്കും. സാധാരണ ഒരു ഫിസിക്കൽ റിലേഷനിലുള്ള ബന്ധങ്ങൾ, ഈവൻ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ അവർക്കൊരു കരാറാണ് ശരിക്കും. ഇതെൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ സ്നേഹിക്കണമെന്നൊരു പ്രതിബദ്ധതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണത്. എൻ്റെ ഭർത്താവായതുകൊണ്ട് ഞാൻ സ്നേഹിക്കണം ഇദ്ദേഹത്തിനെ എന്നുള്ള ഒരു പ്രതിബദ്ധത, ഇത് എൻ്റെ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം ലോകം നോക്കിയാലും ഇത് എൻ്റെയാണ്, അപ്പോൾ എൻ്റെ ആൾ മികച്ച് നിൽക്കണം എന്നൊരു തോന്നൽ നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ എൻ്റെ ആൾ മികച്ച് നിൽക്കണം, അപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. നമ്മൾ ആ കൺസെപ്റ്റിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതും, പിന്നെ നമ്മൾ ഒരു സൗഹൃദം രൂപപ്പെടും. ഇതിനെന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടെത്താനോ വല്ലതും കഴിയുമോ? ഇത് നമ്മൾ സ്വയം കണ്ടെത്താനോ സോൾമേറ്റ്സ് ആണോ അങ്ങനെ വ്യത്യസ്തമായിട്ട് അവരവർക്ക് മാത്രമേ കണ്ടെത്താനാവൂ. മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ അതീന്ദ്രിയമായ ശക്തികളുള്ള ആളുകൾക്ക് ഇത് കണ്ടെത്താൻ കഴിയുമോ? ചിലപ്പോൾ ജ്ഞാനികൾക്കും ഒരുപാട് അത്രയും ഉയർന്ന തലത്തിലുള്ളവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ എപ്പോഴും ഇത് അവരവരുടെ ആത്മാവാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഒരു ആത്മാവിൻ്റെ ഒരു പാർട്ട് വേറൊരാളുടെ ശരീരത്തിരിക്കുക. അപ്പോൾ ഈ ശരീരത്തിന് അകത്തിരിക്കുന്ന ആത്മാവിന് കണക്ഷൻ വരത്തില്ലേ, പകുതി അവിടെ ആയിപ്പോയില്ലേ. അപ്പോൾ എന്തായാലും എത്ര ദൂരെയാണെങ്കിലും അവർക്ക് ആ കണക്ഷൻ വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ നോട്ടത്തിൽ അവരവർക്ക് ഇതറിയാൻ പറ്റും, അത് തീർത്തും അറിയാനും പറ്റും. അത് ആദ്യകാലങ്ങളിൽ അവർക്ക് അറിയാനേ പറ്റത്തില്ല, പല ക്ലാഷസും ഉണ്ടായിക്കൊണ്ടിരിക്കും, അപ്പം അറിയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മറ്റൊരാൾക്ക് അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരവർക്കല്ല അവരവരുടെ സോളിൻ്റെ പാർട്ട് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാനൊക്കത്തുള്ളൂ, വേറൊരാൾക്കത് സെൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് മഹാജ്ഞാനികളോ പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നവരോ ആണെങ്കിൽ പറ്റും. ഇപ്പം തന്നെ എന്നെക്കുറിച്ച് പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ള പല സ്വാമിമാരുമുണ്ട്, എൻ്റെ സ്വരം കേട്ടിട്ട് മാത്രം. അത് എന്താണ്, അവരുടെ ഒരു സിദ്ധിയാണത്. അങ്ങനെ സിദ്ധികളുള്ളവർക്ക് ഇതൊക്കെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചേക്കും. ഓരോ സിദ്ധിയാണ്. ഇപ്പം എനിക്കുള്ള സിദ്ധി ആയിരിക്കത്തില്ല വേറെ ഒരാൾക്കുള്ളത്. ഓരോരുത്തരും ഓരോ നിയോഗമായിട്ടല്ലേ നമ്മൾ. ഞാനപ്പോൾ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഇതെൻ്റെ പൂർവ്വജന്മ കണക്ഷനാണ്, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ എൻ്റെ സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരുന്ന, അല്ലെങ്കിൽ കാമുകനോ ആയിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭർത്താവായിരുന്ന വ്യക്തിയാണ്, ഭാര്യയായിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നത്. അപ്പം ഇവര് തന്നെ ആയിരിക്കുമോ പിന്നീട് നമുക്ക് വരുന്നതിനകത്തുള്ള ഈ സോൾമേറ്റ്സോ? അല്ലെങ്കിൽ അതെ, ചിലത് സോൾമേറ്റ്സ് അല്ലാതെയും വന്നിട്ടുണ്ട്. കാരണം ഒരു കുട്ടി അങ്ങനെ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ഇന്നടുത്ത് ജീവിച്ചിരിപ്പുണ്ട്, കൊച്ചുകുട്ടിയാണ്. അപ്പം ഞാൻ അവിടെ ഇതേപോലെ എന്തോ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു മരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഏതോ നമ്മുടെ അന്യ സ്റ്റേറ്റിലാണ്, അതിൻ്റെ കറക്റ്റ് എനിക്ക് ഏത് സ്റ്റേറ്റാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റിലേക്ക് നിരന്തരം പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു കുട്ടി, ഞാനന്ന് ഇങ്ങനെ സുഖമില്ലാതെ മരിച്ചതാണ്, അപ്പോൾ എൻ്റെ ഭർത്താവ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ നട്ട ഒരു മരം അവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അടയാളം വരെ പറഞ്ഞു കൊടുത്ത്, ഒരു സ്കൂൾ അധ്യാപകനാണ്. ഈ കുട്ടി ഇങ്ങനെ പറയുന്നതിൽ എന്തോ അർത്ഥമുണ്ടെന്ന് കരുതി അവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അയാൾക്ക് പ്രത്യേകതയൊന്നും തോന്നില്ല. ഒരു കൊച്ചുകുട്ടിയല്ലേ വരുന്നത്, ഇതെൻ്റെ ഭാര്യയാണെന്ന് അയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷേ ഈ കുട്ടിയുടെ മെമ്മറിയിൽ അതുണ്ട്. കാരണം എല്ലാവർക്കും ഈ മെമ്മറിയോടുകൂടി അല്ല ജനിക്കുന്നത്. ഇപ്പോൾ ശ്രീ എം പറയുന്നുണ്ട്, ശ്രീ എമ്മിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിൻ്റെ ജന്മങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്ന്. എല്ലാവർക്കും ഇപ്പോൾ രാഹുലിൻ്റെ ജന്മത്തെ പറ്റി ഓർമ്മയില്ല, എല്ലാവർക്കും ഓർമ്മയില്ലല്ലോ. എനിക്ക് തന്നെ വേറെ ചില ജന്മങ്ങൾ, എൻ്റെ ജന്മങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞേ എനിക്കറിയാവുള്ളൂ. എനിക്ക് ഇത് എൻ്റെ ഒരു ജന്മമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ, അത് എനിക്ക് ഗോപികയായിരുന്നു എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. പക്ഷേ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പം നമുക്ക് ഓർമ്മയില്ലാതെയും വരും. അപ്പം നമ്മൾ ആരെങ്കിലും അവകാശവാദമായിട്ട് നീ എൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ ബ്ലാങ്കായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റും. കാരണം എനിക്കും ആ ഓർമ്മ വരണമല്ലോ. പക്ഷേ ഈ ടിൻ ഫ്ലെയിം ജേണിയിൽ പരസ്പരം ഈ ടിൻ ഫ്ലെയിംസിനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ തീവ്രത നമുക്കറിയാൻ പറ്റും. ഈ ടിൻ ഫ്ലെയിം നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മുടെ ആത്മാവ് തന്നെയായിരുന്നു അതോ? അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ജന്മങ്ങൾ പോലെയല്ല.
ഗ്രീക്ക് മിതോളജി പ്രകാരം നമ്മൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെയാണ്. ഇതിൻ്റെ പകുതി ആത്മാവ് രണ്ടായിട്ട് വിഭജിച്ചതാണ്. അപ്പം ഇതേ അതായത് എൻ്റെ ശരീരത്തിലെ ആത്മാവ് എൻ്റെ മരണശേഷം എൻ്റെ ശരീരം വിഘടിച്ചു പോയി, എൻ്റെ ആത്മാവ് രണ്ടായി വിഘടിച്ചു പോകുന്നതിനകത്ത് ഒരു ഭാഗമാണ്. അപ്പം ഇതേ ആത്മാവ് ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ പല ജന്മങ്ങളിൽ ബന്ധം ഉണ്ടായിരുന്നു കാണും. അങ്ങനെയുള്ളവർക്ക് ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയത്തില്ലേ, പല പല ജന്മങ്ങളിൽ ഇവർ കണക്റ്റഡ് ആയിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നമുക്ക് ചില ജന്മങ്ങളിൽ അപ്പോൾ മറ്റൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് വീണ്ടും വിഘടിക്കുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ലേ? അതാ അങ്ങനെ ഒരു അല്ല, അത് സ്വാഭാവികമാണ്. നമ്മൾ ഗ്രീക്ക് മിത്തോളജി പ്രകാരം പറയുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു ആത്മാവ് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമല്ലോ. പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ആത്മാവിന് നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യും, ബലിതർപ്പണമൊക്കെ ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ പലരുടെയും സംശയമാണ്, ഈ ആത്മാവ് വേറൊരിടത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ആത്മാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഗുണമായിട്ടേ വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ ആത്മാവിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ശരീരത്തിനെ നമ്മൾ തർപ്പണം ചെയ്യുമല്ലല്ലോ ചെയ്യുന്നത്. ആത്മാവിന് വേണ്ടി ചെയ്യുന്നത് അവരെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആത്മാവ് ജനിച്ചാലും ഇതിൻ്റെ ഒരു അംശം പരലോകത്തിൽ കാണും, നമ്മളെ വെയിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പരലോകത്ത് നമ്മുടെ ഇതിന്റെ മറ്റൊരു അംശം അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ രൂപത്തിൽ ഞാനിപ്പം എൻ്റെ ശരീരം വിട്ട് എൻ്റെ ആത്മാവ് പോയിട്ട് ഈ ആത്മാവ് അവിടെ ചെന്നിട്ട് ജന്മം എടുക്കുവാണ്. ജന്മം എടുത്ത് നമ്മൾ ഭൂമിയിൽ വന്നാലും, ഇപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പരലോകത്ത് പിന്നെ വന്നാൽ, ഭൂമിയിൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഒരു പാർട്ട് ജന്മം എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പാർട്ട് പരലോകത്തിലുണ്ടാവും, ഇവരെ റിസീവ് ചെയ്യുന്നാണ് കൺസെപ്റ്റ്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ മരണാനന്തരം നമ്മൾ ഇങ്ങനെ പലരുടെയും കാഴ്ചപ്പാടിൽ പലരുടെയും ജ്ഞാനത്തിലാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഉപ്പുപാവ കടലിൽ അലിഞ്ഞു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഈ കടലും ഞാനും ഒന്നാണെന്നുള്ളത്, അല്ലേ? അപ്പോൾ അല്ലാതെ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ മരണത്തിനപ്പുറത്ത് എന്താണെന്നുള്ളത് നമ്മൾ ചെന്ന് നമ്മൾ ആ മരണത്തിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ, പക്ഷേ തിരിച്ച് നമ്മൾ ജന്മം എടുക്കുമ്പോഴോ വീണ്ടും മറവിയാകുമ്പോൾ നമുക്ക് ഈ അന്ന് എന്താണ് സംഭവിച്ചത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ ചെന്നാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ സോളിനെല്ലാം അറിയാം, കഴിഞ്ഞ പോയ എല്ലാ നമുക്ക് ആ ഒരു ടൈമും അല്ല, നമ്മുടെ ഇപ്പം ഇരിക്കുന്ന നമ്മുടെ സോളിനും എല്ലാം അറിയാം. പക്ഷെ നമ്മളെന്ന് പറയുന്ന മനുഷ്യനൊന്നും അറിയത്തില്ല. ഈ മനുഷ്യൻ മനസ്സുള്ളവനാണ്, ശരീരവും മനസ്സും അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ ആ ഒരു ഇൻഡ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് എന്താണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന് അറിയാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരായിരിക്കാം ഇതൊക്കെ പറയുന്നത്. അത്രയും ഇൻഡ്യൂഷൻ ഉള്ളവരായിരിക്കാം ഈ സത്യാവസ്ഥകളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനെ വിശ്വസിക്കേ മാർഗമുള്ളല്ലോ. തീർച്ചയായും അതാണ് ഋഷിമാരും അവരുടെ ജ്ഞാനത്തിനൊടുവിൽ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും നമ്മളിന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. വേദങ്ങൾ വരെ അങ്ങനെയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് വിശ്വസിക്കുക. ഭാരതം അങ്ങനത്തെ ഒരു നാടാണ്. അപ്പോൾ ഭാരതീയരായിട്ടുള്ള നമ്മളെല്ലാം ഈ പ്രാചീന കാലത്തെ മഹർഷിമാരും ഋഷിമാരും ഇങ്ങനെയുള്ള വേദജ്ഞാനികളും ഒക്കെ പറയുന്നത് വിശ്വസിക്കുക. അത്ര മാത്രമേ നമുക്ക് പറയാനൊക്കെ.